കഞ്ഞിപ്പുര ചിരിയാണിയിലെ ഒമാൻ കുഴി നവീകരിച്ച് നാടിനായി സമർപ്പിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുഴി നവീകരിച്ചത്. പിന്നെ അതിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം കൂടി നമുക്ക് അതിൽ ലഭിക്കാൻ പോകും. ഇപ്പോൾ സാധാരണ ഒരു MBBS ഉള്ള ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്നത്. ഇനി മുതൽ കുട്ടികളുടെ അതുപോലെ പിന്നെ ഓർത്തോ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം കൂടി നമുക്ക് ഈ സെന്ററിൽ ലഭിക്കാൻ പോകും. അതിന് കൂടെ തന്നെ നമുക്കറിയാം, ഇവിടെ വടക്കേക്കുളമ്പിലുള്ള ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയാൽ ഉള്ള നഗരസഭയുടെ ഒരു ഏക്കറിൽ 76 സെന്റ് സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോ സ്ഥലം വാങ്ങിയതിന് ശേഷം അത് പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ഭരണസമിതി ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ അതിന്റെ സന്ദർശിച്ചു. അവിടേക്ക് ഒരു എക്കോ പാർക്ക്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മുജീബ് പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും വ്യായാമം ഉൾപ്പെടെ ഇൻഡോർ സ്റ്റേഡിയം, ആളുകൾക്ക് നടക്കാനും പിന്നെ അതുപോലെ പ്രകൃതി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ചില സസ്യങ്ങൾ, ചില ഔഷധ ചെടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ പ്ലാനും DPR-ഉം ഒക്കെ തയ്യാറാക്കിയിട്ട് ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് പ്രവർത്തി തുടങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അതിന്റെ കൂടെ തന്നെ അതിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന കോറിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമുണ്ട്. അതിലേക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട്. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ വെള്ളമൊക്കെ ക്ലോറിൻ അംശങ്ങളൊക്കെ തൊട്ടടുത്തിട്ട് ഇവിടെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ ഈ വീടിന്റെ പുനരുദ്ധരണം നടത്തിയ കുഴി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി നഗരസഭാ വാർഷികപദ്ധതി 2023-24 ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. പതിറ്റാണ്ടുകളായി കഞ്ഞിപ്പുര ചീരാണി പ്രദേശത്തെ ജനങ്ങൾ കുളിക്കാനും കൃഷിക്കും ഉപയോഗിച്ചു വരുന്ന കുഴിയാണ് നവീകരിച്ച് തുറന്നു നൽകിയത്. അപകടകരമായ രീതിയിൽ സ്ഥിതി ചെയ്തിരുന്ന കുഴി പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവർക്ക് പരിഹാരം കണ്ടാണ് നഗരസഭ മുന്നോട്ട് വന്നത്. കൂഴിക്കൽ ബാവ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നഗരസഭയ്ക്ക് വിട്ടു നൽകിയ സ്ഥലത്താണ് ഇത്തരം ഒരു കുഴി സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്തും പ്രദേശത്ത് കിണറുകൾ വെള്ളം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉറവിടം ഓമാൻ കുഴിയാണ്. ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്ന മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം മുൻനിർത്തിയാണ് നഗരസഭ CFC ഫണ്ട് ഉപയോഗിച്ച് ഓമാൻ കുഴി പുനരുദ്ധാരണം നടത്തിയത്. ചെറിയ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് കൗൺസിലർമാരായ മുജീബ് വാലാസി അധ്യക്ഷനായി. നഗരസഭ മാരാത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബി ഖാലിദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ്, മുസ്തഫ മാസ്റ്റർ കണിയാലിൽ, അബ്ദുൽ കരീം തുളുനാടൻ, ജലീൽ കൊണ്ടരത്ത്, അഷിത റഷീദ്, അബ്ദുൽ മജീദ് കുണ്ടിൽ, സിദ്ദീഖ് കൊണ്ടരത്ത്, ജലാൽ കക്കാടൻ, താഹിർ വട്ടപ്പാറ എന്നിവരും സംസാരിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.